എങ്ങനെ തിരിഞ്ഞു വന്നാലും ജമാഅത്ത് ഇസ്ലാമിയുടെ നെഞ്ചത്ത് കയറ്റുക എന്നുള്ളതാണ്. രാഷ്ട്രീയമായൊരു വലിയ തന്ത്രമായിരിക്കാം, പക്ഷേ തീക്കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ അല്ലയോ എന്നൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ വെള്ളാപ്പള്ളിയെ വിട്ടു, AK ബാലൻ വർഗീയവാദിയാണോ അല്ലയോ എന്നുള്ളതാണ് പുതിയ വിഷയം. അത് കുറച്ചുകൂടെ ഗൗരവപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ്? CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. ആ നേതാവ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇത് എവിടെ പോയി നിൽക്കും? ഇനി AK ബാലൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ പറഞ്ഞതായിരിക്കും. അതെങ്ങനെയാണ് പറയാൻ പറ്റാതിരിക്കുക എന്ന് LDF പറഞ്ഞ അടിസ്ഥാനത്തിൽ താഴെത്തട്ടിലെ അണികൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആ ചർച്ച എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ഇതൊന്നും ഓർക്കണ്ടേ? നാളെ നോക്കിക്കോളൂ, ഇതേ വിഷയത്തിൽ AK ബാലനെ തിരുത്താനുള്ള നിലപാടിലേക്ക് CPM പോകുമ്പോഴേക്കും വൈകിക്കഴിഞ്ഞിരിക്കും. വെള്ളാപ്പള്ളി ആദ്യം പറയുന്നു, CPM അത് ഏറ്റുപിടിക്കുന്നു, അത് ചർച്ചയാകുന്നു. അത് ചർച്ചയാകുന്നതോടുകൂടി വിഷയം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരൊറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ, ഇത് ജമാഅത്ത് ഇസ്ലാമിയൊന്നുമല്ല. ഞാൻ പറഞ്ഞ തെങ്ങ് ജമാഅത്ത് ഇസ്ലാമിയല്ല, മുസ്ലിങ്ങൾ വരുന്നു. മുസ്ലിങ്ങൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പിടിച്ചെടുക്കുന്നു എന്ന് പറയാതെ പറയുകയാണ്. നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഒരു തീവ്രവാദി പ്രസ്ഥാനത്തെ കാണും, ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ എങ്ങനെയാണ്? ഒരു ബന്ധവുമില്ലാത്ത പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല, താത്വികമായി പോലും ബന്ധമില്ല. പക്ഷേ എപ്പോൾ പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, തീവ്രവാദ പ്രസ്ഥാനം. ഒരു വേള മുസ്ലിം ലീഗിനെയും അതിലേക്ക് കടത്തുകയും ചെയ്യും. അപ്പോൾ മുസ്ലിങ്ങൾ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന ഡോഗ് വിസിലാണ്, എന്ന മുന്നറിയിപ്പാണ് AK ബാലൻ ഇന്ന് പറഞ്ഞു വെച്ചത്, കഴിഞ്ഞ ആഴ്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത്. ഇത് പച്ച വർഗീയതയാണ്. 10 വോട്ടിന് വേണ്ടി പച്ച വർഗീയത പറയുകയാണ് തൽക്കാലത്തേക്കെങ്കിലും ഇന്ന് ഈ നിമിഷം CPM ചെയ്തത്.